ഇനി വെരിലോഗിൽ നമ്മൾ ഡിലേ എങ്ങനെ അസൈൻ ചെയ്യുമെന്നാണ്. ശരിക്കും ഒരു ഗേറ്റ് ഐഡിയൽ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തോടെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിലേ കാണും. ആ ഡിലേ നാനോ സെക്കൻഡോ പൈക്കോ സെക്കൻഡിലൊക്കെ ആകാം. അപ്പോൾ നമുക്ക് ഡിലേ അസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ടൈം സ്കെയിൽ നാനോ സെക്കൻഡ് പൈക്കോ സെക്കൻഡ് എന്ന് കൊടുത്തു വയ്ക്കും. അതിൻ്റെ മീനിങ് നമ്മൾ യൂണിറ്റ് എഴുതാൻ പോകുന്നത് നാനോ സെക്കൻഡ് പൈക്കോ സെക്കൻഡിലെന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മോഡ്യൂളിന് ഒരു പേരൊക്കെ കൊടുത്തു. ഔട്ട്പുട്ടിൻ്റെ പേര് എഫും ഇൻപുട്ടിൻ്റെ പേര് എയും ബിയുമാണ്. നമ്മൾ ആൻഡ് ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഗേറ്റാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ F=A&B എന്നല്ല എഴുതുന്നത്. ഔട്ട്പുട്ടിന് പക്ഷേ ഒരു ഡിലേ ഉണ്ടെന്നുള്ളത് #1 എന്ന് കാണിക്കും. 1ൻ്റെ യൂണിറ്റ് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, 1 നാനോ സെക്കൻഡ്. അപ്പോൾ ഈ രണ്ടെണ്ണം എന്തുവാണെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് ഇങ്ങനെ വന്നു, ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 നാനോ സെക്കൻഡ് ഡിലേ കാണിച്ചിട്ടുണ്ട്. ഈ ഡിലേ കാണിച്ചേക്കുന്ന റൈസ് ടൈമിലല്ലേ, ഇത് റൈസ് ടൈമാണ്. ഒരു സിഗ്നലിന് റൈസ് ടൈമും കാണും, ഫോൾ ടൈമും കാണും. ഫോൾ ടൈമിൽ ഒരു ഡിലേ കാണും. അത് രണ്ടും ഈക്വൽ ആയിരിക്കണമെന്നില്ല. അത് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ ഡിലേ ഇങ്ങനെ കൊടുക്കും. അതായത് റൈസ് ടൈമിലെ ഡിലേ 2 നാനോ സെക്കൻഡും ഫോൾ ടൈമിലെ ഡിലേ 3 നാനോ സെക്കൻഡും നമുക്ക് ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഡിലേ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ടെസ്റ്റ് ബെഞ്ച് എന്തുവാന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ടെസ്റ്റ് ബെഞ്ച് നമുക്ക് ലാബിൽ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി വരുമായിരുന്നു. ഇവിടെ നമുക്ക് എഴുതണ്ട പ്രോഗ്രാമിൻ്റെ കൂടെ. പക്ഷേ ടെസ്റ്റ് ബെഞ്ച് എന്ന് തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ടെസ്റ്റ് ബെഞ്ച് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏതിൻ്റെ ഔട്ട്പുട്ടാണ്? ഡിവൈസ് അണ്ടർ ടെസ്റ്റ് അല്ലെങ്കിൽ DUT എന്ന് അതിനെ പറയും. ഡിവൈസ് അണ്ടർ ടെസ്റ്റിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇൻപുട്ടൊക്കെ അസൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് മാറി വരുന്നതെന്ന് നോക്കും. അതാണ് ടെസ്റ്റ് ബെഞ്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഫോമാറ്റായി എഴുതിയേക്കുന്നത്. ഇവിടെ നമ്മൾ ടെസ്റ്റ് ബെഞ്ചിനൊരു നമ്മളുടെ മോഡ്യൂൾ നെയിം _test TB അങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ലാബിൽ ജനറേറ്റ് ആയി വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇപ്പം ആ ഒരു ഡിവൈസിൻ്റെ ഇൻപുട്ട് എയും ബിയും സിയും ആയിരിക്കാം, ഔട്ട്പുട്ട് F ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാവരും _TBയും കാണും. എന്നിട്ട് ആ മോഡ്യൂൾ നെയിമിൻ്റെ കൂടെ ഡിവൈസ് അണ്ടർ ടെസ്റ്റ് DUT എന്ന് കാണും. ബ്രാക്കറ്റിൽ ഈ എല്ലാ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഇൻപുട്ടും ഇവിടെ എഴുതിയേക്കും. പിന്നെ ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ കണ്ടീഷൻസും ഡിലേയും അതൊക്കെ നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ട് എൻഡ് മോഡൽ. ഇതാണ് ഒരു ടെസ്റ്റ് ബെഞ്ചിൻ്റെ ഫോമാറ്റ്. അത്രയുമേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സബ് സിസ്റ്റംസ് നമുക്ക് എഴുതാം. അതിന് 2-3 ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു സബ് സിസ്റ്റം എഴുതിയിട്ട് നമ്മൾ തന്നെ അതിനെ കോൾ ചെയ്യുന്നതിന്. അത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം.